ആദ്യം പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ NP ചേക്കുട്ടി ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ ചേക്കുട്ടി, ഇവിടെ EP കൊണ്ടുവന്ന് പൊട്ടിച്ച ആ ഒരു ബോംബ് അത് ഏതു തരത്തിൽ CPM-നെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു വശത്ത്, EP ഇത്രയും ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് ദിനത്തിൽ വന്ന് അങ്ങനെ ഒരു പ്രതികരണം നടത്തി എന്നുള്ളൊരു വലിയ ചോദ്യം മറ്റൊരു വശത്ത്. താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇത് CPM-നകത്ത് കുറെ കാലങ്ങളായിട്ട് പുകഞ്ഞുകൊണ്ടിരുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്നലെ പൊട്ടിത്തെറിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, EP ജയരാജനെ പോലെയുള്ള വളരെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവിനോട് അദ്ദേഹത്തിന്റെ പാർട്ടി കുറെ കാലങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം, ആ സമീപനം തീർത്തും ശരിയല്ല എന്ന് പൊതുവിൽ കേരള രാഷ്ട്രീയത്തിൽ EP-യുടെ ഒരു പാരമ്പര്യവും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനും നോക്കുന്ന ആളുകൾക്കറിയാം. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹം പോളിറ്റ് ബ്യൂറോ എത്തേണ്ട നേതാവായിരുന്നു, സംസ്ഥാന സെക്രട്ടറി പദം അദ്ദേഹത്തിന് കിട്ടേണ്ടതായിരുന്നു. അതൊന്നും സംഭവിച്ചിട്ടില്ല. മാത്രമല്ല, കുറെ കാലങ്ങളായിട്ട് അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു അസംതൃപ്തി വളരെ വ്യാപകമായിട്ട് തന്നെ അദ്ദേഹം പല തവണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എനിക്കിത് ഞാൻ എന്തിനാണ് ഇനി മുമ്പോട്ട് പോകുന്നത്, ഇങ്ങനെ കൊണ്ടുപോകുന്നതിന്റെ കാര്യം എന്താ അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇന്നലെ അത് പറഞ്ഞിരിക്കുന്നത്. പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP, യഥാർത്ഥത്തിൽ ഇന്നത്തെ കോൺഗ്രസ് അല്ല, ഇന്നത്തെ CPM ആണ് ഇപ്പൊ BJP-യുമായിട്ട് ഒത്തുകളിക്കുന്നത്. അദ്ദേഹം പരസ്യമായിട്ടൊരു പ്രസ്താവന നടത്താനുണ്ടായിരിക്കുന്നത്. അത് ബോധപൂർവം തന്നെ ചെയ്തതാവാനാണ് സാധ്യത. രാഷ്ട്രീയമായി പക്ഷെ ഇതെല്ലാം ശരിയാണ് ശ്രീ ചേക്കുട്ടി. ഇവിടെ EP ജയരാജൻ ഉണ്ടായിരിക്കുന്ന അവഗണന, പാർട്ടി എങ്ങനെ പെരുമാറുന്നു, മറ്റുള്ള നേതാക്കൾ ഏത് രീതിയിൽ പെരുമാറുന്നു എന്നതൊക്കെ ഒഴിവാക്കിയാൽ ഇപ്പോൾ വരുന്ന ആരോപണങ്ങളുണ്ട്. പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി പാർട്ടിയുടെ BJP-യുടെ വലിയ നേതാവായി വരാനുള്ള സാഹചര്യം ഒരുക്കി. അപ്പോഴാണ് മറ്റ് ചില ചർച്ചകളിലേക്ക് കടന്നത്, ഭീഷണികളിലേക്ക് കടന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിന്നു എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ EP സമ്മതിക്കുന്നത് പോലെ ആകില്ലേ അത്? അതായത് കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയ്ക്ക് ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങൾ, ഇല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തോടുള്ള ആ ഒരു ബഹുമാനം പോലും ഇല്ലാത്ത രീതിയിൽ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്ന് കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം പറഞ്ഞത് അടിവരയിടേണ്ടി വരില്ലേ? അല്ല, യഥാർത്ഥത്തിൽ EP ജയരാജൻ മാത്രമാണോ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്? EP ജയരാജൻ മാത്രമല്ല, പലതരത്തിലുള്ള ബന്ധങ്ങളും അവർക്കിടയിലുണ്ട്. പിണറായി വിജയനും കേന്ദ്ര BJP ലീഡർഷിപ്പും തമ്മിൽ ബന്ധങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ കേന്ദ്ര രാഷ്ട്രീയത്തിൽ. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ EP ജയരാജനെ മാത്രം സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ശരിയല്ല. രണ്ടാമത്തെ കാര്യം, EP ജയരാജനെ നേരെ പാർട്ടിക്കകത്ത് സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട്, അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയമായ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളല്ല, ഒരു തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ ഒരു പ്രസ്താവന നടത്തിയാൽ അതിന്റെ ആഘാതം എന്തായിരിക്കുമെന്ന് തിരിച്ചറിയാനുള്ള ബോധ്യമൊക്കെ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് EP രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി, നന്ദി ശ്രീ NP ചേക്കുട്ടി പ്രതികരിച്ചതിന്.